പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. എന്താണ് ഈശോയുടെ സ്വർഗരാജ്യം? ഭൂമിയിലെ സ്വർഗരാജ്യം അത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങളെ, രക്ഷാകര പ്രവൃത്തികളെ, ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളാകുന്ന രഹസ്യങ്ങളാകുന്ന പ്രവൃത്തികളെ ദൈവം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഈ ഭൂമിയിൽ നൽകുന്ന ദൈവത്തിന്റെ സ്വർഗരാജ്യമാണ് പരിശുദ്ധ കുർബാന. ആ സ്വർഗരാജ്യം അന്വേഷിക്കുവിൻ, സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. എന്താണ് ദൈവത്തിന്റെ നീതി? നീതി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അർഹമായത് നൽകുക, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നൽകുക. അതെ, മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം മനുഷ്യന് അർഹമായ ദൈവിക ജീവൻ വീണ്ടും നൽകുകയാണ്. പാപം വഴി മനുഷ്യൻ നഷ്ടമാക്കിയ ദൈവിക ജീവൻ വീണ്ടും മനുഷ്യന് നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. അത് ദൈവത്തിന്റെ നീതി എന്താണ്? ദൈവത്തിന്റെ മനുഷ്യരോടുള്ള നീതി എന്താണ്? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തന്നെ നൽകുക, ദൈവിക ജീവൻ നൽകുക. അതെ, പരിശുദ്ധ കുർബാന അവർണ്ണനീയമായ ദാനമാകുന്ന ദൈവത്തിന്റെ നീതിയാണ്. ദൈവം തന്നിട്ടുള്ള പരിശുദ്ധ കുർബാനയാകുന്ന ഈ നീതിയെ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം നൽകിയ ദൈവനീതിയാകുന്ന പരിശുദ്ധ കുർബാന ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ നീതി സമർപ്പിക്കുകയാണ്. അതെ, ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. അതാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം. ഈശോ മിശിഹായുടെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു? ഈ പരിശുദ്ധ കുർബാനയാകുന്ന സ്വർഗരാജ്യവും ഈ പരിശുദ്ധ കുർബാനയാകുന്ന നീതിയും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഈ സ്വർഗരാജ്യവും നീതിയും ഞാൻ ആദ്യം അന്വേഷിക്കണം. അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതയാകണം. ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതയാകുമ്പോൾ സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും ഞാൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം, എൻ്റെ ഭൗതികമായ മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നൽകും. അതെ, ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം നൽകപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ 2033 മഹാ ജൂബിലി എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാം. അതിനുവേണ്ടിയാണ് ദൈവം പ്രത്യേകമായി ആഗോള സഭയ്ക്കും സുറമലബാർ സഭയ്ക്ക് പ്രത്യേകമായി തലശ്ശേരി രൂപതയിലെ വിളക്കന്നൂർ ഇടവകയിലൂടെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നൽകിയിട്ടുള്ളത്. പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയിൽ റൂഹാനുസ്മരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയുടെ മുഖം തെളിഞ്ഞു. അതിൻ്റെ പ്രവാചകനാവുക, പ്രേക്ഷിതനാവുക, അത് ദൈവം തന്നിട്ടുള്ള അടയാളമാണ്. ആ മഹാത്ഭുതത്തെ, ആ വലിയ അടയാളത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വലിയ ഗ്രന്ഥമാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യത്തെ വെറും 4 പേജുകളുള്ള ഒരു ചെറിയ പടമാക്കി വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ചുരുക്കമായി എന്താണ് വിളക്കുന്നൂർ അത്ഭുതത്തിന്റെ ചരിത്രം, എന്താണ് അതിൻ്റെ തനിമ, എന്തുകൊണ്ടാണ് അത് അത്ഭുതമായിട്ട് തീരുന്നത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത്, ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, എല്ലാം വളരെ ചുരുക്കമായിട്ട് ചെറിയ 4 പേജുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
അത് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. അത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും, നമ്മുടെ പോക്കറ്റുകളിൽ വെക്കാൻ സാധിക്കും, എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, വിളക്കുന്നൂർ അത്ഭുതം അത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കത്തോലിക്കരെ പ്രേക്ഷിതരാകാൻ വേണ്ടി, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ വേണ്ടി അകത്തോലിക്കരോടും അക്രൈസ്തവരോടും ഇതാ ദൈവം നമ്മോടൊത്ത് വസിക്കുന്നുവെന്ന് കാണിച്ചു കൊടുക്കുവാനുള്ളതായ അടയാളമാണ്. ആ പ്രേക്ഷിത ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്നു തീർത്ഥാടക സഭയുടെ അംഗങ്ങളായ നമ്മൾക്ക് ആദ്യം സ്വർഗരാജ്യവും നീതിയുമാകുന്ന പരിശുദ്ധ കുർബാനയെ അന്വേഷിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ സാധിക്കട്ടെ. അതിനുള്ള ഒരു എളുപ്പവഴിയാണ് ഈ വിളക്കന്നൂർ ഇടവകയിൽ നടന്ന മഹാത്ഭുതത്തിന്റെ ചെറിയ പടം സ്വന്തമാക്കുക, പ്രചരിപ്പിക്കുക, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുക, എനിക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.